ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള സർക്കാർ തീരുമാനം പ്രായോഗികമല്ലെന്ന് ഭക്തജന സംഘടനകൾ. തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിഷയം നിയമപരമായി നേരിടുമെന്ന് ഹൈന്ദവ സംഘടനകളും അറിയിച്ചു. ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, എന്തായാലും നിയമപരമായി നേരിടാനുള്ള തീരുമാനം അത് വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ അറിയിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. എന്തൊക്കെയാണ് തുടർ നടപടികൾ? അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മണ്ഡല മകരവിളക്ക് സീസൺ സമയത്താണ് ശബരിമലയിൽ 80,000 പേരെ മാത്രം പ്രതിദിനം പ്രവേശിപ്പിച്ചാൽ മതി എന്നുള്ള നിയന്ത്രണം സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ശബരിമല മുന്നൊരുക്കങ്ങളുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ തലത്തിൽ എടുത്തിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുറത്തു വരികയും ചെയ്തത്. ഈ അറിയിപ്പിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ശക്തമാകുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി, ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഈ ഒരു തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ കോടതിയിലടക്കം നിയമപരമായി വിഷയത്തെ നേരിടാനാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഒരുങ്ങുകയും ചെയ്തിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപാണ് എരുമേലി ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതിന് ശേഷം ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർ അവിടെ കുറുതൊടുന്നതിന് 10 രൂപ നൽകണമെന്ന വിചിത്രമായ ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ക്ഷേത്ര സംരക്ഷണ സമിതിയും ഐക്യവേദിയും അടക്കം നടത്തുകയും ചേർന്നു. കോടതിയിലടക്കം രൂക്ഷ വിമർശനവും ദേവസ്വം ബോർഡിന് നേരിടേണ്ടി വന്നൊരു സാഹചര്യം, ആ തീരുമാനം പിൻവലിക്കേണ്ട പശ്ചാത്തലം പിന്നീട് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അടുത്തൊരു തീരുമാനം ശബരിമല വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ അതേസമയം തന്നെ ശക്തമായ പ്രതിഷേധത്തിനുള്ള നടപടികളാണ് ഹൈന്ദവ സംഘടനകൾ ഒരുങ്ങുകയും ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിദിനം 80,000 പേരെ മാത്രം പ്രവേശിപ്പിക്കുക, ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ശബരിമലയിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. ഒരു പക്ഷേ തൃശൂർ പൂരത്തിന് സമാനമായ ഒരു സാഹചര്യം മുൻ വർഷത്തെ ശബരിമല സീസണിൽ ഉണ്ടായതുപോലെയുള്ള വലിയ തിരക്ക്, ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ശബരിമലയിൽ തെളിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒപ്പം തന്നെ ആ നിയന്ത്രണം വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് എത്തുകയും 15-16 മണിക്കൂർ അവിടെ ഭക്തജനങ്ങൾ വരി നിൽക്കേണ്ട സാഹചര്യങ്ങളും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും ലഭിക്കാത്ത സാഹചര്യം അടക്കമുണ്ടായ സാഹചര്യം ഉണ്ട്. സംസ്ഥാന സർക്കാർ അത് വലിയ രീതിയിലുള്ള പഴി കേൾക്കേണ്ട പശ്ചാത്തലം ഉണ്ടായിരുന്നു. കോടതി വരെ ആ വിഷയം കയറി. കോടതിയിൽ നിന്നടക്കം രൂക്ഷ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്നു. അതിന് മുന്നോടിയായിട്ടാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്വയം കുറ്റങ്ങൾ അല്ലെങ്കിൽ സ്വയം വീഴ്ചകൾ മറയ്ക്കാനുള്ള ഒരു നടപടി ഇപ്പോൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നത്. 80,000 പേരെ മാത്രം പ്രതിദിനം കയറ്റിയാൽ മതി, സ്പോട്ട് ബുക്കിംഗ് വേണ്ട, ഒപ്പം തന്നെ വാഹന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാതിരിക്കാനുമാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നുള്ളതാണ് സർക്കാർ ന്യായീകരണം. പക്ഷെ ആ ന്യായീകരണത്തോട് ഹൈന്ദവ സംഘടനകൾ യോജിച്ചിട്ടില്ല. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വരും ദിവസങ്ങളിൽ ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. അനു, ശരി.